ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. BFA എക്സാമിന് ചരിത്രം എന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള ചരിത്രം എന്ന ഭാഗത്തിൽ നിന്ന് യൂറോപ്യന്മാരുടെ വരവ്, അവർ ഇന്ത്യക്ക് വേണ്ടി നൽകിയ സംഭാവനകൾ എന്ന ഭാഗത്ത് നിന്നുള്ള ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും മസ്റ്റാണ്. ഏത് എക്സാം ആയിക്കോട്ടെ, അതായത് BFA എക്സാം ആയിക്കോട്ടെ, LDC എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് എപ്പോൾ? 1498 മെയ് 20. വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് 1498 മെയ് 20. 2, വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം? കാപ്പാട് കോഴിക്കോട് ജില്ലയിലാണ്. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ്. 3, വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തിയത് ഏത് രാജാവിൻ്റെ കാലത്താണ്? സാമൂതിരിയുടെ കാലത്ത്. വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തിയത് സാമൂതിരി രാജാവിൻ്റെ കാലത്താണ്. 4, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏത്? ഫോർട്ട് മാനുവൽ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് ഫോർട്ട് മാനുവൽ. മാനുവൽ രാജാവ് പോർച്ചുഗീസ് രാജാവാണ്. 5, ഫോർട്ട് മാനുവൽ പണിതത് എവിടെ? കൊച്ചിയിലാണ്. ഫോർട്ട് മാനുവൽ പണിതത് കൊച്ചിയിലാണ്. 6, ഫോർട്ട് മാനുവൽ പണിതത് ഏത് യൂറോപ്യൻ ശക്തിയാണ്? പോർച്ചുഗീസുകാർ. ഫോർട്ട് മാനുവൽ പണിതത് പോർച്ചുഗീസുകാരാണ്. 7, കേരളത്തിലെ പ്രധാന പോർച്ചുഗീസ് എതിരാളിയായിരുന്ന ഭരണാധികാരി? സാമൂതിരി. കേരളത്തിലെ പ്രധാന പോർച്ചുഗീസ് എതിരാളിയായിരുന്ന ഭരണാധികാരി സാമൂതിരി രാജാവായിരുന്നു. 8, കുഞ്ഞാലി മരക്കാർ ആരുടെ നാവികസേനാ മേധാവികളായിരുന്നു? സാമൂതിരിയുടെ. കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവികസേനാ മേധാവികളായിരുന്നു. 9, കുഞ്ഞാലി മരക്കാർ നാലാമനെ പരാജയപ്പെടുത്തുന്നതിൽ പോർച്ചുഗീസുകാർ ആരുമായി സഖ്യമുണ്ടാക്കി? സാമൂതിരിയുമായി. കുഞ്ഞാലി മരക്കാർ നാലാമനെ പരാജയപ്പെടുത്തുന്നതിൽ പോർച്ചുഗീസുകാർ സാമൂതിരിയുമായിട്ടാണ് സഖ്യമുണ്ടാക്കിയത്. 10, ഉദയംപേരൂർ സുനഹദോസ് നടന്നത് ഏത് വർഷം? 1599. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം 1599. 11, ഉദയംപേരൂർ സുനഹദോസ് സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിൽ? പോർച്ചുഗീസുകാരനായ അലക്സിസ് ഡി മെനസസിൻ്റെ നേതൃത്വത്തിൽ. ഉദയംപേരൂർ സുനഹദോസ് പോർച്ചുഗീസുകാരനായ അലക്സിസ് ഡി മെനസസിൻ്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. 12, കൂനൻ കുരിശ് സത്യം നടന്നത്? 1653. കൂനൻ കുരിശ് സത്യം നടന്ന വർഷം 1653. 13, കേരളത്തിലെ ഡച്ച് ആധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം? വ്യാപാരം. കേരളത്തിലെ ഡച്ച് ആധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം വ്യാപാരമായിരുന്നു. 14, ഹോർത്തൂസ് മലബാറിക്കസ് ഏത് യൂറോപ്യൻ ശക്തിയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? ഡച്ച്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് യൂറോപ്യൻ ശക്തിയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. 15, ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ? ഹെൻറിക് വാൻ റീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് ഹെൻറിക് വാൻ റീഡ്. 16, ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പ്രധാന ഇന്ത്യൻ വൈദ്യശാസ്ത്ര സഹായിയായിരുന്ന വ്യക്തി? E.T. അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ പ്രധാന ഇന്ത്യൻ വൈദ്യശാസ്ത്ര സഹായിയായിരുന്ന വ്യക്തി E.T. അച്യുതനാണ്. 17, കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷം? 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 18, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. 19, കേരളത്തിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം? മാഹി. കേരളത്തിലെ ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം മാഹിയാണ്. 20, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721.
21. ആറ്റിങ്ങൽ കലാപം പ്രധാനമായും ആർക്കെതിരെയായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയാണ് നടന്നത്. 22. അഞ്ചുതെങ്ങ് കോട്ട പണിതത് ആരാണ്? ഇംഗ്ലീഷുകാർ. അഞ്ചുതെങ്ങ് കോട്ട പണിതത് ഇംഗ്ലീഷുകാരാണ്. 23. കേരളത്തിലെ യൂറോപ്യന്മാരിൽ ആദ്യം എത്തിയവർ? പോർച്ചുഗീസുകാർ. കേരളത്തിൽ യൂറോപ്യന്മാരിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. 24. കേരളത്തിൽ കശുവണ്ടി, പുകയില, പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ ശക്തി? പോർച്ചുഗീസുകാർ. കേരളത്തിൽ കശുവണ്ടി, പുകയില, പൈനാപ്പിൾ തുടങ്ങിയ വിളകൾ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. 25. വൈപ്പിൻ ദ്വീപിൽ തെങ്ങ് കൃഷിയുടെ ശാസ്ത്രീയ വികസനവുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ ശക്തി? ഡച്ചുകാർ. വൈപ്പിൻ ദ്വീപിൽ തെങ്ങ് കൃഷിയുടെ ശാസ്ത്രീയ വികസനവുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഇതോടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ PSC ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത ടോപ്പിക്കിലെ PSC ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.